സുപ്രഭാതം. നമ്മൾ സാധാരണ ആളുകളെ കാണുമ്പോൾ, അന്നത്തെ ദിവസം പുതുതായിട്ട് കാണുമ്പോൾ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് ഒക്കെ ഗ്രീറ്റ് ചെയ്യാറുണ്ട്. ഇന്ത്യയിൽ സുപ്രഭാതം എന്ന് പറയും. സുപ്രഭാതം എന്ന് വെച്ചാൽ ഗുഡ് മോർണിംഗ്, പ്രഭാതം മോർണിംഗ്, സുപ്രഭാതം ഗുഡ് മോർണിംഗ്. ഏതായാലും സുപ്രഭാതം. നമുക്ക് ആദ്യം ഒരു പദ്യം ചൊല്ലിക്കൊണ്ട് തുടങ്ങാം. ഗുരുവന്ദനം. അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുവിന് നമസ്കാരം എന്നാണ് ഈ പദ്യത്തിൽ പറയുന്നത്. ശ്രീ ഗുരവേ നമഃ. ഗുരു ആരാണ്? സാധാരണ നമ്മൾ ടീച്ചർ, മാസ്റ്റർ ഒക്കെ പറയാറുണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ പോരാ. ഗുരു എന്ന് വെച്ചാൽ നമ്മളുടെ അകത്തുള്ള ഇഗ്നറൻസ്, അറിവില്ലായ്മ, ഇരുട്ട്, അതിനെ മാറ്റുന്ന ആൾ എന്നാണ് അർത്ഥം. ഇരുട്ടിനെ മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ഇരുട്ടിനെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? അതിന് വെളിച്ചം കൊണ്ടുവന്നാൽ മതി. ഇരുട്ടത്ത് ഒരാൾ ഒരു ലാമ്പ് കൊണ്ടുവയ്ക്കണം, ഒരു വിളക്ക് കൊണ്ടുവയ്ക്കണം എന്ന് വിചാരിച്ചോളൂ. നടക്കുമോ? നടക്കില്ല. കാരണം എവിടെ വിളക്ക് കൊണ്ടുപോകുന്നുണ്ടോ, എവിടെ പ്രകാശം കൊണ്ടുപോകുന്നുണ്ടോ അവിടെ ഇരുട്ട് താനേ അകന്നു പോകും. അപ്പോൾ ഇരുട്ടിനെ അകറ്റാൻ എന്ത് ചെയ്താൽ മതി? പ്രകാശം കൊണ്ടുവന്നാൽ മതി. ഇങ്ങനെ പ്രകാശം നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ആളെയാണ് ഗുരു എന്ന് പറയുന്നത്. ഈ പ്രകാശം കൊണ്ടുവരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അകത്ത് ഉള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ, റിയലൈസ് ചെയ്യാൻ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, അതിന് ചില തടസ്സങ്ങൾ, ബ്ലോക്കേഡ്സ് ചിലപ്പോൾ ഉണ്ടാവും നമ്മുടെ അകത്ത്. ഈ ബ്ലോക്കേഡുകളെ മാറ്റുന്ന ആളാണ് ഗുരു, ടീച്ചർ, മാസ്റ്റർ. സംസ്കൃതത്തിൽ ഗുരു എന്നാണ് പറയുക. എങ്ങനെയാണ് അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണു തുറക്കുന്നു എന്നാണ് പറയുന്നത്. ചക്ഷുഹു ഉന്മീലിതം. ചക്ഷുഹ് എന്ന് വെച്ചാൽ കണ്ണ്. ഉന്മീലിതം തുറക്കുന്നു, വിടർത്തുന്നു. കണ്ണ് തുറക്കാൻ ചെറിയ കുട്ടികൾക്കൊക്കെ പഴയ കാലത്ത് മഷി എഴുതും, കൺമഷി എഴുതും. മഷി എഴുതി കണ്ണ് തുറക്കും, കണ്ണ് വിടർത്തും. അതുപോലെ ഇദ്ദേഹം നമ്മളുടെ അകത്തുള്ള കണ്ണിനെ തുറക്കുകയാണ് ചെയ്യുന്നത്, വിടർത്തുന്നു. എങ്ങനെയാ? അജ്ഞാന തിമിരാന്ധസ്യ. അജ്ഞാനം ഇഗ്നറൻസ്, അറിവില്ലായ്മ. അത് ഇരുട്ടാണ്. അജ്ഞാനം തിമിരമാണ്. അറിവില്ലായ്മയാകുന്ന ഇരുട്ടുകൊണ്ട് അന്ധനാണ് ഞാൻ. അന്ധൻ എന്ന് വെച്ചാൽ ബ്ലൈൻഡ്, കാണാൻ കഴിയാത്ത ആൾ, കണ്ണ് തുറക്കാൻ പറ്റാത്ത ആൾ. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള എൻ്റെ കണ്ണിനെ ഉന്മീലിതം, തുറന്നത് ഈ ഗുരുവാണ്. എങ്ങനെയാണ് തുറന്നത്? ജ്ഞാനാഞ്ജന ശലാകയാ. കണ്ണെഴുതാൻ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വേണം. ഈ ഐസ്റ്റിക്ക് പോലെയുള്ള കണ്ണെഴുതാനുള്ള സാധനം, അതിന് ശലാക എന്നാണ് പറയുക. ശലാക കൊണ്ട് ജ്ഞാനാഞ്ജന ശലാകയാ, ജ്ഞാനം അറിവാകുന്ന അഞ്ജനം കൺമഷി, അതുകൊണ്ട് നമ്മളുടെ കണ്ണ് തുറന്നത് ആരാണോ ആ ഗുരുവിന് നമസ്കാരം. ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ ഒരു ചെറിയ ടോപ്പിക്ക്, ഒരു സബ്ജക്റ്റ്, ഒരു വിഷയത്തിലേക്ക് കടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് വിഷയം? നക്ഷത്രങ്ങളും ഞാറ്റുവേലകളും. നക്ഷത്രങ്ങളും ഞാറ്റുവേലകളും. നക്ഷത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? നാള് ചിലപ്പോൾ ചിലർ കേട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ കേൾക്കാൻ സാധ്യതയുള്ള വേറൊരു സാധനമുണ്ട്, ബർത്ത്ഡേ. എന്നാൽ വെൻ ഈസ് യുവർ ബർത്ത്ഡേ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഡേറ്റാ പറയുക. 13th ജൂലൈ, 15th മെയ്, ഒരു ഡേറ്റാണ് പറയുന്നത്, ജനിച്ച ദിവസം. ഇതെങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് ചോദിച്ചാൽ
ഇന്ന് മോഡേൺ കാലണ്ടർ വെച്ചുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് മന്തും ഡേറ്റും പറയുന്നു. പക്ഷേ പണ്ട് നമ്മളുടെ നാട്ടിൽ നമ്മളുടെ ബർത്ത്ഡേ, ജന്മദിനം കണക്കാക്കിയിരുന്നത് ഇങ്ങനെയല്ല. നമ്മളുടെ നാട്ടിലെന്ന് പറയുമ്പോൾ ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്. ഇന്ത്യയിൽ പല സ്ഥലത്തും പല തരത്തിലാണ് ജന്മദിനം കണക്കാക്കിയിരുന്നത്. മലയാളികളും തമിഴന്മാരും മലയാള മാസം അല്ലെങ്കിൽ തമിഴ് മാസത്തിലെ നാൾ വെച്ചുകൊണ്ടാണ്, നക്ഷത്രം വെച്ചുകൊണ്ടാണ് ജന്മദിനം കണക്കാക്കുക. ഉദാഹരണത്തിന് മീനമാസത്തിലെ അനിഴം നാളിലാണ് ഞാൻ ജനിച്ചത്. അപ്പം നമുക്ക് മീനമാസം, അതേതാ മാസം, എന്താണ് ആ കൺസെപ്റ്റ് മനസ്സിലാവണം. അനിഴം എന്ന് പറയുന്നത് എന്താണ്, നക്ഷത്രം നാൾ എന്ന് പറയുന്നത് എന്താണ്, അത് മനസ്സിലാക്കിയാലാണ് മീനമാസത്തെ അനിഴം എപ്പോൾ വരും എന്നറിയുക. മലയാളികൾ ഇങ്ങനെയാണ്, എങ്ങനെ നാൾ വെച്ചുകൊണ്ട് നക്ഷത്രം വെച്ചുകൊണ്ട് ജന്മദിനം കണക്കാക്കുന്നു. ചിലരൊക്കെ ഉത്തരേന്ത്യയിൽ, ആന്ധ്രാപ്രദേശിലും അതിന് വടക്കും കർണാടകയിലും അതെ വടക്കൊക്കെ നാൾ വെച്ചുകൊണ്ടല്ല കണക്കാക്കുക. അങ്ങനെയുണ്ട്, നമ്മൾ അറിഞ്ഞു വെക്കണം. ഏതായാലും നമ്മൾ മലയാളികൾ നാൾ വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ നക്ഷത്രം, നാളെന്ന് പറഞ്ഞാൽ നക്ഷത്രം തന്നെ, നക്ഷത്രം വെച്ചുകൊണ്ടാണ് ജന്മദിനം കണക്കാക്കുന്നത്. എന്താണ് ഈ നക്ഷത്രം, എത്ര എണ്ണം ഉണ്ട്, എന്താണ് അതിൻ്റെ സങ്കല്പം, അതിൻ്റെ പിന്നിലെ സങ്കല്പം നോക്കുകയാണെങ്കിൽ നമുക്ക് ടൈം, സമയത്തെക്കുറിച്ചൊരു കാൽക്കുലേഷൻ, ഒരു പോയിൻ്റ് ഓഫ് റെഫറൻസ് ആയിട്ട് നമുക്ക് പറയണമെങ്കിൽ സമയം അനാദിയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. എന്ന് തുടങ്ങി ഈ ലോകം ചോദിച്ചാൽ അറിയില്ല, എന്നവസാനിക്കും അറിയില്ല. സമയത്തെ എങ്ങനെ നമ്മൾ കണക്കാക്കും ചോദിച്ചു കഴിഞ്ഞാൽ, സമയം എന്നൊരു മഹാസാഗരത്തിൽ അല്ലെങ്കിൽ വലിയൊരു ലൈനിൽ ഒരു പോയിൻ്റ്, ഒരു ബിന്ദു നമ്മൾ അടയാളപ്പെടുത്തണം. എന്നിട്ട് അതിൽ നിന്നും എത്ര കഴിഞ്ഞോ, എത്ര ദിവസം കഴിഞ്ഞു, എത്ര മണിക്കൂർ കഴിഞ്ഞു, എത്ര മിനിറ്റ് കഴിഞ്ഞു എന്നൊക്കെ പറയണം. അതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ 2018 എന്ന് നമ്മൾ ഇയർ പറയുമ്പോൾ ഒരു ബിന്ദു നമ്മൾ അടയാളപ്പെടുത്തി, അത് ക്രൈസ്റ്റിൻ്റെ ബർത്ത് എന്ന് പറഞ്ഞു. അതിൽ നിന്ന് എത്ര വർഷമായി എന്ന് ചോദിച്ചാൽ 2018 വർഷമായി. ഇതുപോലെ നമുക്ക് സമയം കണക്കാക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ബിന്ദു, ഒരു പോയിൻ്റ് സമയത്തിനെ കുറിച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് അതിൽ നിന്നും കണക്കാക്കണം. എങ്ങനെയാണ് കണക്കാക്കാൻ പറ്റുക സമയത്തെ? അതിന് എങ്ങനെയാ ആദ്യകാലങ്ങളിൽ മനുഷ്യരെങ്ങനെ കണക്കാക്കിയിട്ടുണ്ടാവും എന്നാലോചിച്ചാൽ, രാത്രി പകല്, ഡേ നൈറ്റ്, അതുപോലെ പീരിയോഡിക്കലായിട്ട് വരുന്ന സീസൺസ്, അതുപോലെ തന്നെ പകലും രാത്രിയും തന്നെ നിഴലുകൾ, പകല് നിഴൽ വെച്ച് സമയം കണക്കാക്കും. അതുപോലെ രാത്രി നമ്മൾ നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, പ്ലാനറ്റ്സ് ആൻഡ് സ്റ്റാർസ്, അവയെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് നിരീക്ഷിച്ചാൽ സമയം കണക്കാക്കാൻ, നാളുകൾ കണക്കാക്കാൻ ചില വഴികൾ നമുക്കറിയാം. ഉദാഹരണത്തിന് ചന്ദ്രൻ, മൂണിനെ നമ്മൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ചന്ദ്രൻ ചില ദിവസങ്ങളിൽ പപ്പടം പോലെ ഫുള്ളായിട്ട് സർക്കുലറായിട്ട് കാണപ്പെടുന്നു. വളരെ കുറച്ച് ദിവസങ്ങളെ അങ്ങനെ കാണുന്നുള്ളൂ. മറ്റ് പല ദിവസങ്ങളിലും അത് ചിലപ്പോൾ ചെറിയൊരു തേങ്ങാകഷം പോലെ, ചിലപ്പോൾ പകുതിയായിട്ട് അങ്ങനെ കുറഞ്ഞു വരികയും നിറഞ്ഞു വരികയും ചെയ്യുന്നു, അങ്ങനെ കാണുന്നു. അപ്പോൾ ചന്ദ്രൻ്റെ വലിപ്പത്തിൻ്റെ കുറവ് കൂടുതൽ, ഇവയെ വെച്ചുകൊണ്ട് നമുക്ക് സമയം കണക്കാക്കാം. എങ്ങനെ? We know that roughly it takes 15 days for the moon to wax and wane. ചന്ദ്രന് കുറയാനും മുഴുവൻ കുറഞ്ഞു വന്ന് അവസാനം ഇല്ലാതാവാനും, അതുപോലെ ചെറുതായിട്ട് തുടങ്ങി മുഴുവനാവാനും 15 ദിവസം ഏകദേശം വേണ്ടി വരുന്നു. അപ്പോൾ ഒന്ന് കുറഞ്ഞ് നിറയാൻ 15 30 ദിവസം വേണ്ടി വരുന്നു. ഇത് മന്ത് എന്നുള്ള കൺസെപ്റ്റിൻ്റെ തുടക്കം ഇവിടെയാണ് ഉണ്ടായിട്ടുണ്ടാവുക ആദ്യകാലങ്ങളിൽ, എല്ലായിടത്തും, ലോകത്തിലെല്ലായിടത്തും. അതുപോലെ തന്നെ നമുക്ക് ഒരു ദിവസം കുറിക്കാൻ, ഒരു മാസത്തിൽ ഒരു ദിവസം കുറിക്കാൻ ഒരു എളുപ്പ വഴി എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രനെ ഒബ്സർവ് ചെയ്യുക തന്നെ.
എല്ലാ ദിവസവും രാത്രി ചന്ദ്രനെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ചില ദിവസങ്ങൾ ചന്ദ്രൻ ചില അഴകുള്ള നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നത് കാണാം. അടുത്ത ദിവസം നോക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറിയിട്ടുണ്ടാവും, അടുത്ത ദിവസം നോക്കുമ്പോൾ കുറച്ചുകൂടി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഏത് നക്ഷത്രത്തിൻ്റെ അടുത്താണ് ചന്ദ്രൻ നിൽക്കുന്നത് അത് വെച്ചുകൊണ്ട് നമുക്ക് ഡേറ്റ് കണക്കാക്കാം. 27 ദിവസം കൊണ്ട് ചന്ദ്രൻ എല്ലാ നക്ഷത്രങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് 27 നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്താ? അത് പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങിയത്. നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർസ്, ആസ്റ്ററിസംസ്, ആകാശത്ത് കാണുന്ന സ്റ്റാർസ്, അവയാണ് നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നക്ഷത്രം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ വേർഡ് നക്ഷത്രം? നക്ഷത്രം എന്ന് പറഞ്ഞാൽ ദാറ്റ് വിച്ച് ഡസിൻ മൂവ്. ന ക്ഷരതി ഇതി നക്ഷത്രം, അനങ്ങാതിരിക്കുന്നത്, ചലിക്കാതിരിക്കുന്നത് എന്നാണ് അർത്ഥം. അതെങ്ങനെയാണ് അത് ചലിക്കാതിരിക്കുന്നത് എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ വാസ്തവത്തിൽ ഭൂമിയാണ് തിരിയുന്നതെങ്കിലും നമുക്ക് തോന്നുന്നത് എങ്ങനെയാണ്? നമ്മൾ കാണുന്ന ആകാശം നമുക്ക് ചുറ്റും തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഭൂമി കറങ്ങുന്നു നമ്മൾ ഓർക്കാറേയില്ല. ആ വസ്തുത നമുക്കറിയാം. വി നോ ദ ഫാക്ട് ദാറ്റ് the earth is rotating on its own imaginary axis, but we never think like that in practice. സാധാരണ നമ്മൾ എന്താ വിചാരിക്കുക? ആകാശം ഇങ്ങനെ തിരിയുന്നു. അപ്പോൾ തിരിയുന്ന ആകാശത്തിൽ ഒട്ടിപ്പിടിപ്പിച്ച പോലെ വെച്ചിട്ടുള്ള ചില സെലസ്റ്റിയൽസ്, ചില പ്രകാശഗോളങ്ങൾ, അവയെ നമ്മൾ നക്ഷത്രങ്ങൾ എന്ന് വിളിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഇമാജിൻ ചെയ്യൂ, ഇമാജിൻ ദറ്റ് ദ സ്കൈ, സ്ഫെറിക്കൽ സ്കൈ ഈസ് എ ബോൾ, ഒരു പന്താണ് ആകാശം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ പന്ത് പതുക്കെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് 24 മണിക്കൂർ കൊണ്ട് മുഴുവൻ തിരിയും. ഈ തിരിയുന്ന പന്തിൽ അവിടെ ഒട്ടിപ്പിടിപ്പിച്ച പോലെയുള്ള പ്രകാശ ഗോളങ്ങളെയാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പന്തേ തിരിയുന്നുള്ളൂ, പന്തിൻ്റെ ഉള്ളിൽ നക്ഷത്രങ്ങൾ ചലിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവ ചലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വേറെ ചിലത് ചലിക്കുന്നുണ്ട് എന്നും കൂടി അർത്ഥമുണ്ടല്ലോ, അല്ലേ? ഇപ്പോൾ നമ്മൾ പറയാണ് ബസ് ഇവിടെ നിർത്തണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ നിർത്തരുത്. അതുപോലെ ഈ സ്റ്റാർസ് ദേ ഡോണ്ട് മൂവ് ഇൻ ദ സ്കൈ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ there are some celestial bodies which do move in the sky relatively എന്ന് നമുക്ക് മനസ്സിലാവും. അവയെ ഗ്രഹങ്ങൾ എന്ന് പറയുന്നു, പ്ലാനറ്റ്സ്. അപ്പോൾ സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ് എന്ന് പറയുന്നതിന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും. ഗ്രഹം എന്ന് പറഞ്ഞാൽ ദാറ്റ് വിച്ച് മൂവ്സ്, ദാറ്റ് വിച്ച് കവേഴ്സ് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ആകാശമാകുന്ന പന്ത് അത് പതുക്കെ തിരിയുന്നു, അതിൽ പിടിപ്പിച്ച പോലെ നക്ഷത്രങ്ങൾ ഉണ്ട്. അങ്ങനെ തിരിയുമ്പോൾ അതിന് താഴെ നിൽക്കുന്ന ചില സെലസ്റ്റിയൽ ബോഡീസ്, പ്രകാശഗോളങ്ങൾ പതുക്കെ നീങ്ങുന്നു. അങ്ങനെ നീങ്ങുന്നവയാണ് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മൂൺ, ചൊവ്വ മാർസ്, ബുധൻ മെർക്കുറി, വ്യാഴം ജൂപ്പിറ്റർ, വെള്ളി വീനസ്, ശനി സാറ്റേൺ. ഇവയെല്ലാം ഗ്രഹങ്ങളാണ്. നമ്മൾക്കറിയാം പ്ലാനറ്റ്സ് ആണ്. പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ്ലി ആകാശത്ത് ഇവ ചലിച്ചു കൊണ്ടിരിക്കുന്നു, നക്ഷത്രങ്ങൾ ചലിക്കുന്നില്ല. അതാണ് കൺസെപ്റ്റ്. പക്ഷേ വെസ്റ്റേൺ കൺസെപ്റ്റിൽ അല്ലെങ്കിൽ മോഡേൺ നോളജിൽ നമുക്ക് പ്ലാനറ്റ് എന്ന് പറയുമ്പോൾ സെൽഫ് ലൂമിനറി അല്ല, സ്വയം പ്രകാശകങ്ങളല്ല, മറ്റ് സെലസ്റ്റിയൽ ബോഡീസിൻ്റെ പ്രകാശം കൊണ്ട് കാണാൻ കഴിയുന്നവ എന്നാണ് പ്ലാനറ്റ്സിന് പറയുക. സ്റ്റാർസിനെയോ ദാറ്റ് വിച്ച് ഗ്ലിറ്റർ, ദേ ആർ കോൾഡ് സ്റ്റാർസ്.
ദേ ആർ സെൽഫ് ലൂമിനറീസ്. സ്വയം പ്രകാശകങ്ങളെ സ്റ്റാർസ് എന്നും അങ്ങനെ അല്ലാത്തവയെ പ്ലാനറ്റ്സ് എന്നും പറയുന്നു ഇംഗ്ലീഷിൽ. പക്ഷെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? നക്ഷത്രം എന്ന് വെച്ചാൽ ചലിക്കാത്തവ എന്നും ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ചലിക്കുന്നവ എന്നും. അപ്പോൾ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആകാശത്ത് ചലിക്കാതെ നിൽക്കുന്ന ജ്യോതിർഗോളങ്ങൾ, പ്രകാശഗോളങ്ങൾ. എത്ര എണ്ണം ഉണ്ട്? അവ എവിടേക്കാണ് ഉള്ളത്? എന്താണ് ഓരോന്നിൻ്റെയും ഷേപ്പ്? ഒരു നക്ഷത്രത്തിൽ ഒരേ ഒരു സെലസ്റ്റിയൽ ബോഡി മാത്രമാണോ? അല്ല, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് സെലസ്റ്റിയൽ ബോഡീസ്. ചോദിച്ചു കഴിഞ്ഞാൽ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ഈ ആകാശമെന്ന പന്തിനെ, ഗോളത്തെ 12 ഡിവൈഡ് ചെയ്യുകയാണ്. നമ്മൾ കണക്കാക്കാൻ വേണ്ടി ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ കാലം കണക്കാക്കണമെങ്കിൽ ഒരു പോയിൻ്റ് ഫിക്സ് ചെയ്യണം. ഇതുപോലെ ആകാശത്തിൽ ഒരു പോയിൻ്റ് ഫിക്സ് ചെയ്തിട്ട് അവിടുന്ന് ഈക്വലായിട്ട് 12 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഈ 12 പാർട്ടിലൂടെ സൂര്യൻ കടന്നു പോകുമ്പോൾ 12 മാസങ്ങൾ. അതായത് നമ്മളൊരു പോയിൻ്റ് ഫിക്സ് ചെയ്തു, ആ പോയിൻ്റ് ഫിക്സ് ചെയ്ത് അത് കുറേ അകലെയായിട്ട് വേറൊരു പോയിൻ്റ് ഫിക്സ് ചെയ്തു. അങ്ങനെ 11 പോയിൻറ്റ്സ് ഫിക്സ് ചെയ്താൽ 12 കഷ്ണങ്ങളായി. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിൻ്റ് മുതൽ സെക്കൻഡ് പോയിൻ്റ് വരെ ഉള്ള ആ പാർട്ടിൽ, ആകാശത്തിൻ്റെ പാർട്ടിൽ സൂര്യൻ കടന്നു പോകുന്ന ദിവസങ്ങൾ ഒരു മാസം. ഇത് മേടമാസം. ആദ്യത്തെ മാസത്തിന് മേടം എന്ന് പേര് കൊടുത്തു. സംസ്കൃതത്തിൽ മേഷഹ എന്ന് പറയും, ആട് എന്നാണ് അർത്ഥം. രണ്ടാമത്തെ മാസം എടവം. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് സൂര്യൻ കടന്നു കഴിഞ്ഞു, എടവം. എടവം എന്നുള്ളതിന് സംസ്കൃതത്തിൽ വൃഷഭ, കാള എന്നർത്ഥം. അതാണ് എടവമായത്. മൂന്നാമത്തേത് മിഥുനം. മിഥുനം കപ്പിൾ, കപ്പിൾ എന്നർത്ഥം, സ്ത്രീയും പുരുഷനും. നാലാമത്തേത് കർക്കടകം. അത് സംസ്കൃതത്തിലും കർക്കടകം തന്നെയാണ്. മിഥുനവും അതുപോലെ തന്നെ സംസ്കൃതത്തിലും മിഥുനം തന്നെയാണ്. നാലാമത്തെ കർക്കടകത്തിന് ഞണ്ട് എന്നാണ് അർത്ഥം, സ്കോർപ്പിയൻ. അഞ്ചാമത്തേത് ചിങ്ങം എന്ന് മലയാളത്തിൽ പറയും, സംസ്കൃതത്തിൽ സിംഹം, സിംഹമാണത്, ലയൺ. 5. ചിങ്ങം കഴിഞ്ഞാൽ പിന്നെ കന്നി. കന്നി എന്ന് മലയാളം, സംസ്കൃതത്തിൽ കന്യാ. ഒരു തോണിയിൽ ഇരിക്കുന്ന, വിളക്ക് കയ്യിൽ പിടിച്ചിരിക്കുന്ന പെൺകുട്ടി. കന്യ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി. അതാണ് ആ മാസത്തിൻ്റെ പേര്. അത് കഴിഞ്ഞാൽ തുലാം, മലയാളത്തിൽ. സംസ്കൃതത്തിലും തുലാം എന്ന് പറയും. അത് ത്ലാസ് തന്നെയാണ്, ബാലൻസ്. നമ്മൾ വേ ചെയ്യാൻ വേണ്ടിയിട്ട്, അളക്കാൻ വേണ്ടി, തൂക്കം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. അത് കഴിഞ്ഞാൽ വൃശ്ചികം, മലയാളം. സംസ്കൃതത്തിലും വൃശ്ചികം. വൃശ്ചികം തേള് എന്നാണ് അർത്ഥം. കർക്കടകത്തിന് നമ്മൾ സ്കോർപ്പിയൻ പറഞ്ഞു, അതല്ല, ക്രാബാണ്. വൃശ്ചികത്തിന് തേള്, സ്കോർപ്പിയൻ. പിന്നെ ധനു, അടുത്തത് ധനു. സംസ്കൃതത്തിലും മലയാളത്തിലും ധനു എന്നാണ് പറയുക. ധനു എന്ന് വെച്ചാൽ വില്ല് എന്നാണ് അർത്ഥം, ബോ. വില്ല് ഏന്തിയിട്ടുള്ള, വില്ല് കയ്യിൽ പിടിച്ചിട്ടുള്ള ഒരാളാണ് ആ മാസത്തിൻ്റെ ഷേപ്പ്, അതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞാൽ മകരം. സംസ്കൃതത്തിലും മകരം തന്നെ, മലയാളത്തിലും മകരം തന്നെ. അതൊരു ലിവിങ് ബീയിങ് ഇൻ വിച്ച് ലീവ്സ് ഇൻ വാട്ടർ, ജലജന്തുവാണ്. അത് കഴിഞ്ഞാൽ കുംഭം. കുംഭം പോട്ട്, കുടം. മലയാളത്തിലും സംസ്കൃതത്തിലും കുംഭം തന്നെയാണ്. ലാസ്റ്റ് പാർട്ട്, ലാസ്റ്റ് മാസം മീനം. 2 മീനുകളുള്ളതാണ്. മീന, ഫിഷ്. മലയാളത്തിലും സംസ്കൃതത്തിലും മീനം എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞത് 12 മാസങ്ങൾ ആകാശത്തിലെ 12 ഭാഗങ്ങളിലൂടെ, പാർട്ടിലൂടെ സൂര്യൻ കടന്നു പോകുന്ന കാലമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈം യൂണിറ്റാണ്. ഒരു മാസം എന്ന് പറയുന്നത് റഫ്ലി 30 days. അത് വിത്ത് റെസ്പെക്ട് ടു സൺ, സൂര്യനെ വെച്ചുകൊണ്ടാണ് നമ്മൾ മാസം പറയുന്നത്. അതുകൊണ്ട് അതിന് സോളാർ മന്ത്സ്, സൗരമാസങ്ങൾ എന്നാണ് പറയുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ നക്ഷത്രങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട് മാസങ്ങളെക്കുറിച്ചാണല്ലോ പറഞ്ഞത് എന്ന് ചോദ്യം വന്നാൽ, അതെ, നക്ഷത്രങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി തന്നെയാണ് ഇത് പറഞ്ഞത്. ഈ 12 മാസങ്ങളെ വേറൊരു പേരും കൂടി പറയും, 12 രാശികൾ.
മാസം എന്നുള്ളതിന് പകരം രാശി. 12 രാശികളെ ഓരോ രാശിയിലും ഉള്ള ആകാശത്തിൽ പന്ത് പോലുള്ള ആകാശത്തിലെ ഓരോ പാർട്ടാണല്ലോ ഈ 12 കഷ്ണങ്ങൾ. അതിൽ ഓരോന്നിലും ഒട്ടിപ്പിടിപ്പിച്ച സ്റ്റാർസ് ഉണ്ടല്ലോ, വേറെ വേറെയാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗത്തിൽ മേടം എന്ന ഭാഗത്തിൽ മേടമാസത്തിൽ നമുക്ക് ഒരു 2-3 നക്ഷത്രങ്ങളെ കാണും. അത് ആദ്യത്തേത് അശ്വതി, അത് കഴിഞ്ഞാൽ പിന്നെ ഭരണി. അശ്വതി എ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ്. ഇതുപോലെ ഓരോന്നും ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ആണ്, അതായത് നക്ഷത്ര സമൂഹമാണ്. ഓരോന്നിലും ജ്യോതിർഗോളങ്ങൾ 1, 2, 3 ഒക്കെ കാണും. അപ്പം മൊത്തം 12 പാർട്ട്, അതിൽ 27 ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ്, 27 നക്ഷത്രങ്ങൾ. അപ്പോൾ 12 പാർട്ടിനെ 27 നക്ഷത്രങ്ങളായിട്ട് പിന്നെയും കട്ട് ചെയ്യണമെങ്കിൽ ഓരോന്നിലും എത്ര വരും? 27 പാർട്ട് 27 നക്ഷത്രങ്ങൾ, 12 പാർട്ട് 12 മാസങ്ങൾ. 27നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഓരോ നക്ഷത്രത്തിലും എത്ര വരും എന്നുള്ളത് മനസ്സിലാവും. 27നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 2¼ കിട്ടും, 2.25. അതായത് ഒരു മാസത്തിൽ അല്ലെങ്കിൽ മേടം എന്ന ആകാശത്തിൻ്റെ ഭാഗത്ത് എത്ര നക്ഷത്ര സമൂഹങ്ങളുണ്ടാവും? 2ഉം പിന്നെ ഒരു മൂന്നാമത്തെ നക്ഷത്ര സമൂഹത്തിൻ്റെ കാൽഭാഗവും, 2¼ അപ്പോൾ മേടം എന്ന ആകാശത്തിൻ്റെ ഭാഗത്ത് ആദ്യം കാണുന്ന നക്ഷത്ര സമൂഹം അശ്വതി, രണ്ടാമത് കാണുന്നത് ഭരണി, മൂന്നാമത് കാണുന്നത് കാർത്തിക. കാർത്തിക ഫുള്ളായിട്ട് മേടം എന്ന പാർട്ടിൽ കാണില്ല, കാർത്തികയുടെ ക്വാർട്ടർ ഉണ്ടാവും. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 3/4, 3/4 ഭാഗം ബാക്കി ഉണ്ടാവും. അത് ഇടവത്തിൻ്റെ ആദ്യം കാണും. അപ്പോൾ 3/4 കാർത്തികയുടെ. അടുത്തത് രോഹിണി. രോഹിണി ഫുള്ള്, കാർത്തിക 3/4, രണ്ടും കൂടി കൂട്ടിയാൽ 1.25. പിന്നെ 2.25 വേണ്ടു ഇടവത്തിൽ 2¼ ആക്കാൻ. പിന്നെ എത്ര വേണം? ഹാഫ് വേണം. അപ്പോൾ 3/4 ഓഫ് കാർത്തിക ആൻഡ് രോഹിണി ഫുൾ ആൻഡ് ഹാഫ് ഓഫ് മകയിരം. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ പേരുകൾ പറയുകയാണ്: അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം എന്ന്. അപ്പോൾ ഇത് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു. ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാം, മൊത്തം 27 നക്ഷത്രങ്ങളുടെയും പേരുകൾ കണ്ടിന്യൂസ് ആയിട്ട് പറയാം. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരോരുട്ടാതി, ഉത്രട്ടാതി, രേവതി. അപ്പോൾ there are 27 group of stars in the sky which we see as just part of the sky. They have been stuck there, they have been pasted with gum there. ആകാശഗോളത്തിൽ ഒട്ടിപ്പിടിപ്പിച്ച പോലെ കാണുന്ന 27 നക്ഷത്ര സമൂഹങ്ങൾ, ഇവയാണ് നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പോൾ അശ്വതി എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടിൽ if you divide the 360 degrees by 27 കിട്ടുന്നത് എത്ര ഡിഗ്രി ആണെന്നുള്ളത് കിട്ടും, 14 ഡിഗ്രിയോ മറ്റോ കിട്ടും ഹോൾ സ്ഫിയറിൽ. ആ പാർട്ടിലുള്ള നക്ഷത്രമാണ് അശ്വതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നക്ഷത്രം നമ്മൾ സാധാരണ പറഞ്ഞു ജന്മദിനം കണക്കാക്കുന്നത് എങ്ങനെയാണ്? മീനമാസത്തിലെ അനിഴം നാളാണ് എൻ്റേത് എന്ന് പറഞ്ഞു. മീനമാസം എന്ന് പറഞ്ഞാൽ മീനം എന്ന പാർട്ടിലൂടെ സൂര്യൻ കടന്നു പോകുന്ന സമയം. മീനം എന്ന് പറയുന്നത് ആകാശത്തിൻ്റെ 12 തിരിച്ചതിൽ ലാസ്റ്റ് പാർട്ട്. അതിലൂടെ സൂര്യൻ കടന്നു പോകുന്ന സമയം എന്ന് പറയുന്നത് ഏതാണ്ട് മാർച്ച്
15th മുതൽ April 14th വരെ ഏകദേശം പറയാം. ആ സമയത്തിന് മീനമാസം എന്ന് പറയും. അതിൽ ഏത് ദിവസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് ദിവസമാണോ ചന്ദ്രൻ അശ്വതി എന്ന സ്റ്റാർസിൻ്റെ അടുത്ത്, നക്ഷത്ര സമൂഹത്തിൻ്റെ അടുത്ത് കാണപ്പെട്ടത് അന്നാണ്. അപ്പോൾ നക്ഷത്രം എന്ന് വെച്ചാൽ എന്താണ്? ഞാനിപ്പോൾ അശ്വതി നാളിൽ ജനിച്ചു, അല്ലെങ്കിൽ ഞാൻ അനിഴം നാളിൽ ജനിച്ചു എന്ന് വെച്ചാൽ, ഞാൻ ജനിച്ച ദിവസം, ജനിച്ച സമയത്ത് ആകാശത്തേക്ക് നോക്കിയാൽ ചന്ദ്രൻ എവിടെ കാണപ്പെടും? അനിഴം എന്ന നക്ഷത്ര സമൂഹത്തിൻ്റെ അടുത്ത് കാണും. അപ്പോൾ ഇതുപോലെ 27 ദിവസം കൊണ്ട് 27 നക്ഷത്രങ്ങളും നാളുകളും കടന്നു പോകും. ഇനി ഈ 27 നാളുകൾക്ക് സംസ്കൃതത്തിലുള്ള പേരുകൾ പറയാം. ചിലതൊക്കെ രസകരമായിരിക്കും. അശ്വതി, അശ്വിനി എന്നാണ്. അശ്വിനി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദേവകളാ, ട്വിൻസാണ് അവർ. ദേ ആർ ഡോക്ടേഴ്സ്, ഫിസിഷ്യൻസ് ഇൻ ദ ഹെവൻസ്. സ്വർഗത്തിലെ ഡോക്ടർമാരാണ് അശ്വിനി ദേവതകൾ. ട്വിൻസാണ്, 2 പേരുണ്ട്. ഭരണി, അപഭരണി എന്നാണ് സംസ്കൃതത്തിലെ പേര്. അപഭരണി. കാർത്തിക, കൃത്തികാഹ എന്നാണ് പേര്. കൃത്തികാഹ. 6 നക്ഷത്രങ്ങളുണ്ട്. നമ്മൾ അറിയും, സുബ്രഹ്മണ്യന്, വേലായുധന്, മുരുകൻ എന്ന ദൈവത്തിന് കാർത്തികേയൻ എന്ന് പേരുണ്ട്. കാർത്തികേയൻ എന്ന് വെച്ചാൽ കൃത്തികകളുടെ മകൻ. സുബ്രഹ്മണ്യൻ ജനിച്ചപ്പോൾ സ്തന്യം കൊടുക്കാൻ, മുലപ്പാൽ കൊടുക്കാൻ അമ്മ ഇല്ല. അപ്പോൾ ഈ കൃത്തികകൾ 6 പേര് സ്തന്യം കൊടുത്തു എന്നും ഒക്കെ കഥയുണ്ട്. അപ്പോൾ കൃത്തിക എന്ന് പറയുന്നത് 6 പേരാണ്. അതൊരു കഥ, ഒരു മിത്തോളജിയിൽ ഒരു സങ്കല്പമാണ്. അപ്പോൾ കൃത്തിക എന്ന് കാർത്തിക നാളിന് സംസ്കൃതത്തിൽ പേര്. രോഹിണി, രോഹിണി തന്നെയാണ്. രോഹിണിയിലാണല്ലോ ശ്രീകൃഷ്ണൻ ജനിച്ചത്. രോഹിണി ചന്ദ്രന് ഏറ്റവും ഇഷ്ടമുള്ള നക്ഷത്രമാണത്രേ. ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഈ 27 നാളുകളും 27 നക്ഷത്രങ്ങളും ചന്ദ്രൻ്റെ ഭാര്യമാരാണ്, ഇവരെല്ലാം സ്ത്രീകളാണ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് രോഹിണി. രോഹിണി എന്ന നക്ഷത്രത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ചന്ദ്രന് വളരെയധികം സന്തോഷമാണത്രേ. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും, പല കാവ്യങ്ങളിൽ, ഇതിഹാസത്തിലൊക്കെ രോഹിണി ചന്ദ്രന് എന്ന പോലെ ഇഷ്ടമുള്ള ഭാര്യയായി തീരട്ടെ എന്നും മറ്റും നമ്മൾ കാണാറുണ്ട്. രോഹിണി ശശിനം യഥാ. രോഹിണിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാര്യയാണ്, അല്ല, ചന്ദ്രന് ഏറ്റവും ഇഷ്ടമുള്ള ഭാര്യയാണ് രോഹിണി. രോഹിണി കഴിഞ്ഞാൽ മകയിരം. മകയിരം സംസ്കൃതത്തിൽ മൃഗശിരഹ അല്ലെങ്കിൽ മൃഗശീർഷം എന്നാണ്. മൃഗം എന്ന് വെച്ചാൽ മാന്, ശീർഷം ശിരഹ എന്ന് വെച്ചാൽ തല. മാനിൻ്റെ തല പോലെയുള്ള നക്ഷത്ര സമൂഹം എന്നാണ് അർത്ഥം മകയിരം. പിന്നെ തിരുവാതിര. തിരുവാതിര, തിരു ആതിര, അതാണ് തിരുവാതിരയായത്. നമ്മൾ ബഹുമാനം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രീ ഗോവിന്ദൻ, ഗോവിന്ദൻ എന്നുള്ള ആളെ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ശ്രീ ഗോവിന്ദൻ. തമിഴനാണെങ്കിൽ എന്ത് പറയും? തിരു ഗോവിന്ദൻ എന്ന് പറയും. അതുപോലെ ആതിരയ്ക്ക് ബഹുമാനത്തോടുകൂടി തിരു ആതിര എന്ന് പറഞ്ഞ് തിരുവാതിരയായി. അപ്പോൾ ആതിര, ആതിരയ്ക്ക് സംസ്കൃതം ആർദ്ര ആണ്. ഇത് ശിവൻ്റെ പ്രിയപ്പെട്ട നാളാണ്. തിരുവാതിര ശിവൻ്റെ നാളാണ്, ശിവൻ എന്ന ദൈവത്തിൻ്റെ. അടുത്തത് പുണർദം. പുണർദം എന്ന നാളാണ്. സംസ്കൃതത്തിൽ പുനർവസു, പുനർവസു എന്നാണ് പറയുക. ഇത് ശ്രീരാമൻ ജനിച്ച നാളാണ്. ഇതിൻ്റെ ദേവത അദിതിയാണ്. അദിതി, അദിതി ദേവന്മാരുടെ അമ്മ, ദേവമാതാവ്. നക്ഷത്രേ അദിതി ദൈവത്യേ എന്ന് വാൽമീകി പറയുന്നുണ്ട്. ശ്രീരാമൻ ജനിച്ചപ്പോൾ നക്ഷത്രം ഏതായിരുന്നു? അതിഥി ദേവതയായിട്ടുള്ള നക്ഷത്രം പുണർദായിരുന്നു. പുണർദം. അത് കഴിഞ്ഞാൽ അടുത്തത് പൂയം. പൂയം എന്നുള്ളത് പുഷ്യം എന്നാണ് സംസ്കൃതത്തിൽ പറയുക. പഴയ ഒരു പേരുണ്ട് തിഷ്യം. തിഷ്യം എന്ന പേര്. തിഷ്യം, അതിൽ നിന്നാണ് തൈഷി എന്നൊരു മാസത്തിൻ്റെ പേര് വന്നിരിക്കുന്നത്. തമിഴന്മാർക്ക് തൈ എന്നൊരു മാസമുണ്ട്, കേട്ടിട്ടുണ്ടോ? ചിത്തിരൈ, വൈകാശി, ആനി, ആടി, ആവണി, പെരട്ടാശി, ഐപ്പശി, കാർത്തികൈ, മാരുഹഴി, തൈ, മാശി, പങ്കുനി. ഇങ്ങനെയാണ് അവരുടെ മാസങ്ങൾ. നമ്മുടെ മേടം ഇടവും പറഞ്ഞല്ലോ, അതിന് പകരം അവർ പറയുന്ന മാസങ്ങൾ ഇതാണ്. അതിലൊന്നാണ് തൈ.
തൈ എന്ന് പറഞ്ഞാൽ തൈഷീ, തിഷ്യം എന്ന പൂയം നാളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മാസം. അപ്പോൾ പൂയം കഴിഞ്ഞാൽ ആയില്യം. ആയില്യം സംസ്കൃതത്തിൽ ആശ്ലേഷാഹ, ആശ്ലേഷാഹ എന്നും പറയും. ഇതിൻ്റെ ദേവത സർപ്പാണ്. അതുകൊണ്ട് ആയില്യം നാളിൽ ജനിച്ചവർക്ക് പാമ്പിനെ പോലെ പെട്ടെന്ന് ദേഷ്യം വരും എന്ന് പറയാറുണ്ട്. പാമ്പിനെ പോലെ അവർ ചീറുമെന്നും ദേഷ്യം വന്ന് അങ്ങനെ പറയാറുണ്ട് ആയില്യം. അടുത്തത് മകം. മകം എന്നാണ് നമ്മൾ മലയാളികൾ പറയുക. സംസ്കൃതത്തിൽ മഘാഹ എന്നാണ് അതിൻ്റെ പേര്, മഘാഹ. ഇതിൽ നിന്നാണ് മാഘമാസം എന്നൊരു മാസം വരും, നമ്മൾ കേൾക്കാറുണ്ട്. മാഘം, വൈശാഖം, ചൈത്രം എന്നൊക്കെ ഉണ്ടല്ലോ, അതുപോലെ മാഘം, മഘാഹ എന്നാണ് മകം. അടുത്ത 2 നാളുകൾ, ഒന്ന് പൂരവും മറ്റൊന്ന് ഉത്രവും. ഇതിന് രണ്ടും ഒരു നാളിൻ്റെ 2 പാർട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് പാർട്ട് ആൻഡ് സെക്കൻഡ് പാർട്ട്. ഉത്രം എന്ന് മലയാളി പറയും, അതിന് ഉത്തരം എന്ന് പറയാം. അപ്പോൾ പൂരം, പൂർവം. പൂരം എന്ന് പറഞ്ഞാൽ പൂർവ ഫാൽഗുനം. ഫൽഗുനി എന്നാണ് നക്ഷത്രത്തിൻ്റെ പേര്, അല്ലെങ്കിൽ ഫാൽഗുനം. അതിൽ ആദ്യത്തെ ഫാൽഗുനം പൂരം, പൂർവ ഫാൽഗുനം, അതാണ് പൂരം. രണ്ടാമത്തെ ഫാൽഗുനം ഉത്രം, ഉത്തര ഫാൽഗുനം. അത് മലയാളി ഉത്രം എന്ന് പറയും. ഏറ്റവും നല്ല നാളാണത്രേ ഉത്രത്തിൽ. ആദ്യത്തെ ഫസ്റ്റ് പാർട്ടാണെങ്കിൽ വളരെ നല്ലത് എന്ന് പണ്ട് പറയാറുണ്ട്. ആ ഭാഗത്താണ് ചന്ദ്രൻ നിൽക്കുമ്പോഴാണ് നമ്മൾ ജനിച്ചതെങ്കിൽ ഉത്രത്തിൻ്റെ കാലാണെങ്കിൽ വളരെ നല്ലത് എന്ന് പറയാറുണ്ട്. പൂരം, ഉത്രം. അത് കഴിഞ്ഞാൽ അടുത്തത് അത്തം. സംസ്കൃതത്തിൽ ഹസ്തഹ. ഹസ്തഹ കൈയാണ്, കൈയിൻ്റെ ആകൃതിയിൽ ആ നക്ഷത്രം ഉള്ളതെന്നാണ് അത്തം. പിന്നെ ചിത്തിര. ഇവിടെ മലയാളി ചിത്തിര എന്ന് പറയും, ശരിക്ക് സംസ്കൃതത്തിൽ ചിത്ര. ഇതും ചന്ദ്രന് ഇഷ്ടപ്പെട്ട ഒരു നാൾ തന്നെയാണ്. രോഹിണിയെ പോലെ ചന്ദ്രന് വളരെയധികം ഇഷ്ടമുള്ള നാളാണ്. ഈ ചിത്ര നാളിൻ്റെ അടുത്ത് ചന്ദ്രൻ നിൽക്കുമ്പോൾ, ചിത്തിരയുടെ അടുത്ത് ചന്ദ്രൻ നിൽക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ടാവും അത്രേ. അതുകൊണ്ടാണ് വാൽമീകി സീതയെയും രാമനെയും കുറിച്ച് പറയുമ്പോൾ രാമായണത്തിൽ അവർ സുഖമായിട്ട് കഴിഞ്ഞ കാലം എപ്പോഴാ എന്ന് ചോദിച്ചാൽ, സീതയെ കട്ടുകൊണ്ട് പോകുന്നതിന് മുമ്പ്, രാവണൻ കട്ടുകൊണ്ട് പോകുന്നതിന് മുമ്പ് ഗോദാവരി നദിയുടെ തീരത്ത് അവർ സുഖമായി കഴിഞ്ഞിരുന്നു. അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവായിട്ട് സുഖമായി കഴിഞ്ഞിരുന്നു. അങ്ങനെ പറയുമ്പോൾ വാൽമീകി പറയും, ഏതുപോലെ? ചിത്രയാ ചന്ദ്രമാ ഇവ. ചിത്രനാളിൻ്റെ അടുത്ത് ചന്ദ്രൻ നിൽക്കുമ്പോൾ എത്ര സന്തോഷം ചന്ദ്രന് ഉണ്ടാവുമോ അതുപോലെ സീതയോടൊത്ത് സന്തോഷമായി രാമൻ കഴിഞ്ഞു എന്ന് രാമായണത്തിൽ പറയാറുണ്ട്. അപ്പോൾ ചിത്ര ചന്ദ്രന് ഇഷ്ടപ്പെട്ട ഒരു നാളാണ്. സരാമ പർണശാലായാം ആസീന സഹ സീതയാ വീരരാജ മഹാബാഹു ചിത്രയാ ചന്ദ്രമാ ഇവ. ചിത്ര. അടുത്തത് ചോതി. ചോതി സ്വാതി എന്നാണ് സംസ്കൃതത്തിൽ പറയുക, സ്വാതി. ചോതി കഴിഞ്ഞാൽ വിശാഖം. സംസ്കൃതത്തിലും വിശാഖം, പക്ഷേ സംസ്കൃതത്തിൽ വിശാഖേ എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ 2 നാളുകളുണ്ട്, അതിൽ 2 എണ്ണമാണുള്ളത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് വിശാഖേ എന്നാണ് പറയുക. അടുത്തത് അനിഴം. അനിഴം തമിഴെന്തിനെ അനുഷം എന്ന് പറയും. സംസ്കൃതത്തിൽ അനുരാധ, അനുരാധ, അനുരാധ എന്നാണ് അനിഴത്തിൻ്റെ പേര്. അത് കഴിഞ്ഞാൽ തൃക്കേട്ട. തൃക്കേട്ടയിൽ തൃ എന്നുള്ളത് നമ്മൾ തിരുവാതിരയ്ക്ക് പറഞ്ഞ പോലെ ബഹുമാനത്തിന് വേണ്ടി ചേർത്തതാണ്. അപ്പോൾ ബാക്കി എന്തുണ്ടാവും? കേട്ട. കേട്ട സംസ്കൃതത്തിൽ ജ്യേഷ്ഠ. ജ്യേഷ്ഠ എന്ന് വെച്ചാൽ ചേച്ചി എന്ന അർത്ഥം. സാധാരണ ലക്ഷ്മി ഐശ്വര്യമാണെന്ന് പറയാറുണ്ട്. ലക്ഷ്മിയുടെ ചേച്ചിയുടെ പേരെന്താ? അലക്ഷ്മി. ജ്യേഷ്ഠ എന്നാണ് തൃക്കേട്ടയ്ക്ക് സംസ്കൃതത്തിലെ പേര്. അത് കഴിഞ്ഞാൽ മൂലം. മൂലം സംസ്കൃതത്തിൽ മൂലം തന്നെയാണ്. പിന്നെ വരുന്ന 2 നാളുകൾ നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, പൂരവും ഉത്രവും. അതുപോലെ 2 ഒന്നിച്ചു വരുന്നതാണ്, പൂരാടവും ഉത്രാടവും. പൂർവ ആഷാഢവും ഉത്തര ആഷാഢവും. ആഷാഢം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മുതിർന്നവർ കേട്ടിട്ടുണ്ടാവും. ആഷാഢമാസം, ആത്മാവിൻ മോഹം എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ പാട്ട്. ആഷാഢം ഒരു മാസത്തിൻ്റെ പേരാണ്. അപ്പോൾ ഈ നക്ഷത്രത്തിന് ഈ പേരുണ്ട്, ആഷാഢം. അതിൽ ഒന്നാമത്തെ ആഷാഢം പൂർവാഷാഢം, പൂരാടം. രണ്ടാമത്തെ ആഷാഢം ഉത്തരാഷാഢം. ഉത്തരം പിന്നീട് വരുന്നത്, രണ്ടാമത് വരുന്നത് എന്നർത്ഥം. അതിനെ മലയാളി പറയുമ്പോൾ ഉത്രാടം എന്നായി, അത്രയേ ഉള്ളൂ. അപ്പോൾ പൂരാടവും ഉത്രാടവും. അടുത്തത്
തിരുവോണം. തിരുവോണം നമ്മളുടെ ഓണം തന്നെ. ചിങ്ങമാസത്തിലെ ഓണം നാളാണല്ലോ നമ്മൾ തിരുവോണമായിട്ട് ആഘോഷിക്കുക. ഓണം, തിരു ഓണം, തിരുവോണമായി. ഓണം അതിന് സംസ്കൃതത്തിൽ ശ്രവണം എന്നാണ് പേര്. ശ്രാവണ മാസം എന്ന് പറയാറുണ്ട് ചിങ്ങമാസത്തെ, ശ്രാവണം. അപ്പം ശ്രവണം, തിരുവോണം. പഴയ കാലത്ത് ശ്രോണ എന്നും പറഞ്ഞിരുന്നു. വേദത്തിലൊക്കെ ശ്രോണ എന്നാണ് കാണുക, ശ്രവണം എന്നല്ല. അത് തിരുവോണം. അടുത്തത് അവിട്ടം, ശ്രവിഷ്ഠ എന്നാണ് സംസ്കൃതത്തിൽ. അവിട്ടം വളരെ നല്ല നാളാണ് അത്രേ. അവിട്ടം നാളിൽ ജനിച്ച ആൾ ധാരാളം പൈസ ഉണ്ടാവും എന്നാണ് പറയാറ്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ അങ്ങനെയാണ് വിശ്വാസം. അവിട്ടം. അതിൻ്റെ ദേവത വസുവാണ്. വസു എന്ന് പറഞ്ഞാൽ പൈസയാണ്. അവിട്ടം. അടുത്തത് ചതയം. ചതയം, ചതയത്തിന് സംസ്കൃതത്തിൽ ശതഭിഷക് എന്നാണ് പേര്. ശതം എന്ന് വെച്ചാൽ 100 അല്ലെങ്കിൽ ധാരാളം, അനേകം. ഭിഷക് എന്ന് പറഞ്ഞാൽ ഡോക്ടർ, 100 ഡോക്ടർമാർ എന്ന അർത്ഥം. ശതഭിഷക്, ചതയം. അടുത്തത് മുമ്പ് നമ്മൾ പൂരം, ഉത്രം, അതുപോലെ പൂരാടം, ഉത്രാടം പറഞ്ഞ പോലെ 2 നക്ഷത്രങ്ങൾ ഒന്നിച്ചു വരുന്നതാണ് പൂരോരുട്ടാതിയും ഉത്രട്ടാതിയും. പൂരോരുട്ടാതി പൂർവ പ്രോഷ്ഠപദ, ഉത്രട്ടാതി ഉത്തര പ്രോഷ്ഠപദ. പ്രോഷ്ഠപദ എന്നൊരു നാട്, അതിൻ്റെ പൂർവം ഒന്നാമത്തെ പൂർവാഷാഢം, പൂർവ്വ പ്രോഷ്ഠപദ അല്ലെങ്കിൽ പൂരോരുട്ടാതി. രണ്ടാമത്തെ ഉത്തര പ്രോഷ്ഠപദ അല്ലെങ്കിൽ ഉത്രട്ടാതി. ഇതാണ് തമിഴൻ പെരട്ടാശി എന്ന് പറഞ്ഞത്. പ്രോഷ്ഠപദം എന്നുള്ളതിനെയാണ് പെരട്ടാശി മാസത്തിൻ്റെ പേര് പറയുമ്പോൾ. ഉത്രട്ടാതി കഴിഞ്ഞാൽ അവസാനത്തെ നാളാണ് രേവതി. രേവതി സംസ്കൃതത്തിൽ രേവതി തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്? നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ നക്ഷത്രം അശ്വതിയാണ്. ഇപ്പോൾ എൻ്റെ നക്ഷത്രം അനിഴാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ജനിച്ച സമയത്ത് ചന്ദ്രൻ എന്ന പ്ലാനറ്റ്, ഗ്രഹം, അനിഴം എന്ന നക്ഷത്ര സമൂഹത്തിൻ്റെ അടുത്തുകൂടെ പോയിക്കൊണ്ടിരുന്നു, അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് അനിഴം നാളാണെന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എനിക്ക് അനിഴം നക്ഷത്രമാണെന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഞാൻ ജനിച്ച സമയത്ത് അനിഴം നക്ഷത്ര സമൂഹത്തിൻ്റെ അടുത്ത് ചന്ദ്രൻ നിന്നിരുന്നു എന്നേ അർത്ഥമുള്ളൂ. ഇതാണ് നക്ഷത്രങ്ങൾ. ഇനി നമുക്ക് ഞാറ്റുവേലകൾ എന്നൊരു വിഷയമുണ്ട്, അത് പിന്നെ ആവാം. നക്ഷത്രങ്ങളെക്കുറിച്ച് നമ്മൾ ഏകദേശം മനസ്സിലാക്കി, മാസങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി. അവസാനം നമ്മൾ ആദ്യം പറഞ്ഞ പദ്യം ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാകയാ ചക്ഷു ഉന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ.